വിദ്വേഷ പരാമർശ കേസിൽ PC ജോർജ് ഈരാറ്റുപേട്ട കോടതിയിൽ കീഴടങ്ങി. വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് നീക്കം മറികടന്നാണ് PC കീഴടങ്ങിയത്. അഭിഭാഷകനും BJP നേതാക്കൾക്കും ഒപ്പമാണ് കോടതിയിലെത്തിയത്. ഷബന സിയാദുണ്ട് വിശദാംശങ്ങളുമായി. ഷബന, നമുക്കറിയാം രാവിലെ പോലീസ് വീട്ടിൽ കാവൽ നിൽക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് പറയുന്നു. പിന്നീടാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരായിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി തള്ളിയിരുന്നത്. സെഷൻസ് കോടതിയിൽ ആദ്യഘട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. എന്നാൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിനെ തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി വളരെ രൂക്ഷമായ പരാമർശമാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഉള്ള ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരാമർശം ഒരു രീതിയിലും അംഗീകരിക്കാൻ സാധിക്കില്ല. 30 വർഷത്തിലേറെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് എന്നാണ് പറയുന്നത്. ഒരു ചാനൽ ചർച്ചയിൽ പ്രകോപനത്തിന്റെ ഫലമായി ഈ രീതിയിൽ പറഞ്ഞു, മതവിദ്വേഷം പരത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. ഇത്തരം പ്രകോപനമുണ്ടാകുന്ന ആളുകൾ രാഷ്ട്രീയ രംഗത്ത് തുടരാൻ അർഹരല്ല എന്നതായിരുന്നു ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ PC ജോർജിന് മുൻകൂർ ജാമ്യം അനുവദിക്കാനാവില്ലെന്നും പോലീസിൽ കീഴടങ്ങണം, നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകണം എന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇത്തരത്തിൽ ഹൈക്കോടതി വ്യക്തമാക്കിയെങ്കിലും പിന്നീട് ഇന്നലെയും അതോടൊപ്പം തന്നെ ശനി ഞായർ ദിവസങ്ങളിൽ PC ജോർജ് പോലീസിൽ കീഴടങ്ങാനോ അല്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുവാനോ തീരുമാനിച്ചിരുന്നില്ല. പകരം പാലാ DYSPക്ക് ഒരു കത്ത് നൽകുകയായിരുന്നു. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തിങ്കളാഴ്ച രാവിലെ കീഴടങ്ങാം അല്ലെങ്കിൽ എത്തും എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് പോലീസിൽ കീഴടങ്ങാതെ നേരെ കോടതിയിലേക്കാണ് എത്തിയത്. ഈരാറ്റുപേട്ട കോടതിയിൽ PC ജോർജ് അഭിഭാഷകർക്കും BJP നേതാക്കൾക്കും ഒപ്പം എത്തുകയും കോടതിയിൽ കീഴടങ്ങുകയും ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത നടപടി എന്നത് പോലീസിന്റെ നിയമപരമായ നടപടികളാണ്, അറസ്റ്റ് രേഖപ്പെടുത്തൽ അടക്കമുള്ള കാര്യങ്ങളാണ്. അതിനുശേഷം ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്യണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. റിമാൻഡ് ചെയ്യണം എന്ന് തന്നെ പോലീസ് ആവശ്യപ്പെടാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ പോലീസ് ഒരുപക്ഷെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം 4 കേസുകൾ, സമാനമായ 4 കേസുകൾ PC ജോർജിനുണ്ട്. മുൻപ് ഇത്തരത്തിലുള്ള കേസുകളിൽ ജാമ്യം നൽകുമ്പോൾ ജാമ്യ വ്യവസ്ഥയായി വെച്ചിരുന്നത് സമാന കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുത് എന്നതായിരുന്നു. എന്നാൽ അത് വീണ്ടും ചെയ്യുകയും കോടതി ഉത്തരവിനെ അവഹേളിക്കുകയും ചെയ്യുന്ന രീതിയിൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്നത് തന്നെയായിരുന്നു ഹൈക്കോടതിയും കണ്ടെത്തിയത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ പോലീസും ഇതിൽ നടപടി ശക്തമാക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ ഏതായാലും റിമാൻഡ് അടക്കമുള്ള നടപടികളിലേക്ക് കോടതി കടക്കും. ഇതോടൊപ്പം തന്നെ കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകുകയാണെങ്കിൽ കസ്റ്റഡി അപേക്ഷയിൽ ഒരുപക്ഷെ വാദം കേട്ടേക്കും. കസ്റ്റഡി അപേക്ഷ നൽകിയില്ലെങ്കിൽ മാത്രമായിരിക്കും ജാമ്യാപേക്ഷയിൽ PC ജോർജ് ഒരുപക്ഷെ ഇന്ന് തന്നെ ജാമ്യാപേക്ഷ നൽകാനാണ് സാധ്യത. കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രായം തുടങ്ങിയവ കണക്കിലെടുക്കണം. അതോടൊപ്പം തന്നെ ചാനൽ ചർച്ചയിൽ നടത്തിയ ഈ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജാമ്യാപേക്ഷ ഇന്ന് തന്നെ നൽകാൻ സാധ്യതയുണ്ട്. പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുകയാണെങ്കിൽ അതിനുശേഷം മാത്രമേ ജാമ്യാപേക്ഷയിൽ കോടതി തീരുമാനമെടുക്കൂ. പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ജാമ്യം നൽകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഏതായാലും കോടതിയുടെ തീരുമാനമനുസരിച്ച് ഇനിയിപ്പോൾ PC ജോർജിന് ജാമ്യം നൽകണമോ എന്ന കാര്യത്തിൽ കോടതി തീരുമാനിക്കുന്നതനുസരിച്ചായിരിക്കും PC ജോർജ് ജയിലിലേക്ക് പോകണമോ അല്ലെങ്കിൽ തിരിച്ചിറങ്ങണമോ എന്ന കാര്യത്തിൽ തീരുമാനമാകുക. ഏതായാലും ഇപ്പോൾ PC ജോർജ് ഈരാറ്റുപേട്ട കോടതിയിലാണുള്ളത്. കോടതി നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. എന്തായാലും എല്ലാ നീക്കങ്ങളും മറികടന്ന് PC ജോർജ് ഇപ്പോൾ ഈരാറ്റുപേട്ട കോടതിയിൽ കീഴടങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇനി കോടതി PC ജോർജിന് റിമാൻഡ് ചെയ്യുമോ, പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടുമോ, ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾക്കായി കസ്റ്റഡി ആവശ്യപ്പെടുമോ എന്നുള്ളതൊക്കെ വരും മണിക്കൂറിൽ അറിയാം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷബന സിയാദ്.